കോൺഗ്രസ്സുകാരുടെ ഒരു അവസ്ഥ നോക്കണേ. ദേ ആ ദൃശ്യം കണ്ടേ. മുഖ്യമന്ത്രി പിണറായി വിജയന് ചുറ്റാകെ വളഞ്ഞിരിക്കുന്ന നേതാക്കന്മാരെ നോക്കി. ഏതെങ്കിലും ഒരു CPM നേതാവുണ്ടോ? ഇല്ല. ആ ദൃശ്യം കാണുമ്പോൾ അവരോട് ചോദിച്ചു പോവുകയാണ്, ലേശ ഉളുപ്പ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈക്ക് കെട്ടിവെച്ച് ഒരു വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും പരമാവധി അധിക്ഷേപം പറയുക. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ആരെങ്കിലും കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ കണ്ടാൽ നമുക്ക് അവരോട് സംസാരിക്കാൻ ഒരു ചളുപ്പ് തോന്നണ്ടേ? ഒരു ചളുപ്പുമില്ല, ഒരു ഉളുപ്പുമില്ല. നേരെ മുഖ്യമന്ത്രി വന്നപ്പോൾ ഇന്നലെ പറഞ്ഞ ആൾക്കാർ ഞങ്ങളല്ല എന്ന നിലയിലേക്ക് ചുറ്റാകെ വളഞ്ഞിരുന്ന് കഥ പറയുകയാണ്. മുൻ KPCC പ്രസിഡൻറ്റും MLA-യുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ഈ അധിക്ഷേപം മുഴുവൻ കോൺഗ്രസ്സുകാർ ചൊരിയുമ്പോഴും രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ആ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് വിടവാങ്ങിയ നേതാവിനോടുള്ള ആദരവിൻ്റെ ഭാഗമായാണ്. തൊട്ട് തലേ ദിവസം വരെ നിലമ്പൂരിൽ മൈക്ക് കെട്ടി മാപ്ര മൈക്കുകൾക്ക് മുന്നിൽ ഈ വ്യക്തിയെക്കുറിച്ച് ആ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊന്ന് ആലോചിച്ച്. അവരാണ് ആ വ്യക്തിയുടെ മുന്നിൽ ചെന്ന് ഒരു ചളുപ്പുമില്ലാതെ ഇരുന്ന് മുഖ്യമന്ത്രിയെ വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി സംസാരിക്കുന്നത്. ഇത് രാഷ്ട്രീയ മര്യാദയാണെന്ന് പറയുകയാണെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്ത് കഴമ്പാണുള്ളത്? അവരുടെ മുന്നിൽ തല ഉയർത്തി പിണറായി ഇരിക്കുകയാണ്. ആരോപണങ്ങൾ ഉയർത്തിയവർക്ക് മുന്നിൽ ഇത്ര ചങ്കൂറ്റത്തോടെയും നെഞ്ചും വിരിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മൈക്ക് കെട്ടിവെച്ച് എതിർക്കുന്ന വ്യക്തികൾക്ക് മുന്നിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു? വേറൊരു കക്ഷി അവിടെ ഇരിപ്പുണ്ട്. ഈ അടുത്ത കാലത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കി വിട്ട ഗിർ സുധാകരൻ ഒരിക്കൽ ഫ്ലൈറ്റ് വെച്ചുള്ള ഒരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? പിണറായി എന്നെ നോക്കി ചിരിച്ചു, അയാൾക്ക് കുറച്ച് നാണോ ഇല്ലേ എന്ന്. ഇപ്പോൾ നോക്കിയേ, തൊട്ടടുത്ത കസേര ചെന്നിരിക്കുകയാണ്. പിണറായിയെ താഴെ ഇറക്കാൻ വേണ്ടി നടന്ന് ഇപ്പോൾ എവിടെ എത്തിയെന്ന് നോക്കിയേ, പിണറായിയുടെ അടുത്ത് ചെന്നിട്ട് പൂച്ചക്കുഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ഈ നേതാക്കന്മാരെല്ലാം വലിയ സംഭവമായിട്ട് കാണുന്നവർ ആ ചിത്രത്തിൽ മാത്രം നോക്കൂ. തലപ്പൊക്കത്തോടു കൂടി ഇരിക്കുന്ന നേതാവാരാണ്? ആ ഇരിക്കുന്ന ഇരിപ്പിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെയും ഏറ്റവും ചങ്കൂറ്റത്തോടെയുള്ള ഇരിപ്പ് ആർക്കുള്ളതാണെന്ന് നോക്കൂ. ബാക്കിയുള്ളവരുടെ ശരീരഭാഷ കൂടി ശ്രദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഈ കൊടുമ്പിരി കൊണ്ട പ്രചരണം നടത്തുന്നു എന്നതിന് നിങ്ങൾക്കുത്തരം കിട്ടും.